വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. തേർഡ് സെമസ്റ്ററിൻ്റെ നോട്ട്സ് വേണ്ടവർ ടെലിഗ്രാം ഗ്രൂപ്പിലും വാട്സപ്പ് ഗ്രൂപ്പിലും ഒക്കെ ആയിട്ട് ജോയിൻ ചെയ്യുക. നോട്ട്സൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അവയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് EDU11 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. 2018-ലെയും 2019-ലെയും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴത്തെയും പോലെ ക്വസ്റ്റ്യൻസ്, അവയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ്, അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ് ടോപ്പിക്സ്, ഈ രീതിയിലാണ് നമ്മൾ ഇപ്രാവശ്യവും ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇപ്പോൾ 2019-ലെ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ മാനേജ്മെൻറ്റ് തിയറി ഓഫ് ഡാഷ് ഇൻക്ലൂഡ്സ് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. നമുക്ക് പ്രധാനമായിട്ടും 3 മാനേജ്മെൻറ്റ് തിയറീസാണ് പഠിക്കാനുള്ളത്. ടൈലറിൻ്റെതും ഫയോളിൻ്റെതും ഡ്രക്കറിൻ്റെതും. നമുക്ക് 14 പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് ഫയോളാണ്. അപ്പോൾ നമുക്ക് ഈ 3 മാനേജ്മെൻറ്റ് തിയറീസിനെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഫയോളാണ് 14 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞു വെച്ചത്. ഇനി 5 പ്രിൻസിപ്പിൾസിനെ കുറിച്ച് പറഞ്ഞ്, അല്ലെങ്കിൽ 5 പ്രിൻസിപ്പിൾസ് അടങ്ങുന്ന മാനേജ്മെൻറ്റ് തിയറി പറഞ്ഞു വെച്ചത് ടൈലറാണ്. അപ്പം ഈ പ്രിൻസിപ്പിൾസ് വെച്ചുള്ള ആ ഒരു ഡിവിഷൻ ശ്രദ്ധിക്കുക. ഇനി ഇവരുടെയൊക്കെ ഈ തിയറീസിൻ്റെ പേരാണ് അടുത്ത് പറയുന്നത്. വെറുതെ മാനേജ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ തിയറി ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫയോളിനെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി അല്ലെങ്കിൽ ക്ലാസിക്കൽ മാനേജ്മെൻറ്റ് തിയറി എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത് ടൈലറിൻ്റെ മാനേജ്മെൻറ്റ് തിയറിയാണ്. പീറ്റർ ഡ്രക്കറിന് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്നുള്ള തിയറി ചോദിച്ചു കഴിഞ്ഞാൽ പീറ്റർ ഡ്രക്കറിനെയാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഈ കാര്യങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കുക. ഇനി ഫയോളിൻ്റെ പ്രത്യേകതകൾ നോക്കാം. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ 14 പ്രിൻസിപ്പിൾസ് ആണ് ഇദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഉണ്ടായിരുന്നത്. ഫാദർ ഓഫ് മോഡേൺ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് എന്നറിയപ്പെട്ടിരുന്നത് ഫയോളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്നല്ല, ഫാദർ ഓഫ് മാനേജ്മെൻറ്റ് തിയറി എന്നും ഫാദർ ഓഫ് മോഡേൺ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് തിയറി എന്നും അറിയപ്പെട്ടിരുന്ന ആളാണ് ഫയോൾ. പക്ഷേ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ ഡ്രക്കറാണ്. അപ്പം കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഫാക്ട്സ് ആണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എഴുതിയെടുത്ത് തന്നെ പോവുക. ഇനി അടുത്തതായിട്ട് ഫയോളിനെ കുറിച്ച് ഒരു പോയിന്റ് കൂടെ പറയാനുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലേ ഫാദർ ഓഫ് മോഡേൺ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് ആണെന്ന്. അപ്പം അവിടെ തന്നെ കിടപ്പുണ്ട് ഓപ്പറേഷൻ, ടാസ്കുകൾ. ഫയോള് ഇമ്പോർട്ടൻസ് കൊടുത്തത് ടാസ്കുകൾക്കായിരുന്നു. പക്ഷേ ടൈലർ ഇമ്പോർട്ടൻ്റ് കൊടുത്തത് എഫിഷ്യൻസിക്കായിരുന്നു. വർക്കേഴ്സിൻ്റെ എഫിഷ്യൻസി ബേസ് ചെയ്തായിരുന്നു അദ്ദേഹത്തിൻ്റെ മാനേജ്മെൻറ്റ് തിയറി കൂടുതലും പറഞ്ഞ് വെച്ചിരുന്നത്. ഇനി നമുക്ക് അവസാന ആളിലേക്ക് വരാം, പീറ്റർ ഡ്രക്കർ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഫാദർ ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി എന്നറിയപ്പെട്ടതും തിയറി ഓഫ് മോഡേൺ മാനേജ്മെൻറ്റ്, ഇത് രണ്ടും ഡ്രക്കറിൻ്റെതാണ്. ഇനി അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ബുക്കിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും മോഡേൺ മാനേജ്മെൻറ്റ് തിയറിയുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പം അതിനകത്ത് അദ്ദേഹം ഫ്രേസ് ചെയ്ത അല്ലെങ്കിൽ കോയിൻ ചെയ്തൊരു ഫ്രേസാണ് MBO, മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ ഒബ്ജക്റ്റീവ്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഡ്രക്കറാണ്. കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. ടാസ്കുകളാണെങ്കിൽ ഫയോൾ, എഫിഷ്യൻസി ആണെങ്കിൽ ടൈലർ, ഒബ്ജക്റ്റീവ്സ് ആണെങ്കിൽ പീറ്റർ ഡ്രക്കറാണ്. അപ്പം ഈ മാനേജ്മെൻറ്റ് ബൈ ഒബ്ജക്റ്റീവ്സ് ഒന്ന് ജസ്റ്റ് പറഞ്ഞു വയ്ക്കുകയല്ല, ഒബ്ജക്റ്റീവ്സ് അദ്ദേഹം ക്ലിയർ ആയിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ അതിൻ്റെ അക്രോണിമാണ് സ്മാർട്ട് എന്നുള്ളത്. സ്മാർട്ട് സ്റ്റാൻഡ്സ് ഫോർ സ്പെസിഫിക്, M ഫോർ മെഷറബിൾ, A ഫോർ അറ്റൈനബിൾ, R ഫോർ റെലവൻറ്റ് ആൻഡ് T ഫോർ ടൈം ബൗണ്ട്. അപ്പം ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക. മാനേജ്മെൻറ്റ് തിയറീസിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പാർട്ട് ഞാൻ ഇടുന്നുണ്ട്. പക്ഷേ ഈ 1 മാർക്കിന് വേണ്ടി ഈ ഒരു ടോപ്പിക്ക് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻസ് ആൻഡ് മിനറൽസിനെ ബേസ് ചെയ്തുള്ളതാണ്. നമുക്ക് കുറേയധികം വൈറ്റമിൻസിനെ കുറിച്ച് പഠിക്കാനുണ്ട്. മറ്റൊരു ചെറിയ പോയിന്റ് കൂടെ, വൈറ്റമിൻസ് ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്. നമ്മുടെ മേൽചുണ്ടും പല്ലുമൊക്കെ ഉപയോഗിച്ച് പറയുന്ന വിറ്റമിൻസ്, അത് ബ്രിട്ടീഷ് പ്രൊണൗൺസിയേഷനും വൈറ്റമിൻസ് അമേരിക്കൻ പ്രൊണൗൺസിയേഷനാണ്. അപ്പോൾ ഞാൻ കൂടുതൽ ശീലിച്ചത് വൈറ്റമിൻസ് ആണ്. ഇത് പറയാനുള്ള കാരണം നമ്മൾ ടീച്ചേഴ്സാണ്, കുട്ടികളുണ്ട്. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടിയാണ് ഈ ഒരു പോയിന്റ് കൂടെ പറഞ്ഞത്. അപ്പോൾ നമുക്ക് വൈറ്റമിൻ ഡെഫിഷ്യൻസി, സ്കർവി എന്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ്? വൈറ്റമിൻ C ആണ്. അതൊരു ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ബാക്കിയുള്ള ടോപ്പിക്സ് ജസ്റ്റ് നോക്കാം. വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്സും വിഷന്
അല്ലെങ്കിൽ വിഷൻ സംബന്ധമായിട്ടുള്ള ഡിസീസ് എല്ലാം വൈറ്റമിൻ എ ആണ് റീസണായിട്ട് നിൽക്കുന്നത്. ഇനി വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്നതാണ് ബെറി. വൈറ്റമിൻ B2 ആണ് റിട്ടാർഡഡ് ഗ്രോത്ത് അല്ലെങ്കിൽ ബാഡ് സ്കിൻ. ഇനി വൈറ്റമിൻ B3 ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല, നിയാസിനാണ്. പെലാഗ്രയാണ് അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസ്, അത് ഇടയ്ക്കൊക്കെ ചോദിച്ചു കാണുന്നൊരു ചോദ്യമാണ്. ഇനി B12 ആണെങ്കിൽ അനീമിയ. വൈറ്റമിൻ C സ്കർവി. വൈറ്റമിൻ D റിക്കറ്റ്സ്. ആൻഡ് വൈറ്റമിൻ K ബ്ലഡ് കോട്ടാവാത്ത അവസ്ഥ, എക്സസീവ് ബ്ലീഡിങ് ഡ്യൂ ടു ഇഞ്ചുറി. ഇതെല്ലാം വൈറ്റമിൻ K മൂലം ഉണ്ടാകുന്നതാണ്. നമുക്കിനി ഫാറ്റ് ഈസ് അബണ്ടൻ്റ് ഇൻ മിൽക്ക്, ഓയിൽ, ആപ്പിൾ ആൻഡ് വീറ്റ്. ഈ 2 ഓപ്ഷൻസ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ കട്ട് ചെയ്തു. നമുക്കറിയാം ഈ 2 ഓപ്ഷൻസ് എല്ലാം നമുക്ക് അറിയാം. ഇനി നമുക്കുള്ള ഓപ്ഷൻസ് മിൽക്കും ഓയിലും ആണ്. അപ്പം മിൽക്കിലും ഫാറ്റുണ്ട്, ഓയിലിലും ഫാറ്റുണ്ട്. ഓർത്തിരിക്കാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ മിൽക്കിൽ നിന്നും ഫാറ്റ് കണ്ടൻ്റ് ഉള്ളൊരു വസ്തു നമ്മൾ വേർതിരിച്ചെടുക്കുന്നുണ്ട്, ചീസ് അല്ലെങ്കിൽ ബട്ടറൊക്കെ. പക്ഷേ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവല്ലേ. ഒത്തിരി മിൽക്ക് വേണം ഒരു ചെറിയ ക്വാണ്ടിറ്റി ഫാറ്റായിട്ടുള്ള ചീസ് അല്ലെങ്കിൽ ബട്ടർ എടുക്കാൻ വേണ്ടി. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം മിൽക്കിലെ ഫാറ്റിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവാണ്. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്താണ്? ഓയിലാണ് ഇവിടുത്തെ ആൻസർ. ഇനി അടുത്ത ചോദ്യം നോക്കാം. ഓസ്റ്റിയോപോറോസിസ് കോസ്ഡ് ബൈ ഡെഫിഷ്യൻസി ഓഫ്. ഇതും ഒരു എളുപ്പമുള്ള ചോദ്യമാണ്. കാൽഷ്യമാണ് നമ്മുടെ ആൻസർ. അപ്പോൾ നമുക്ക് മിനറൽസിൻ്റെ ഡെഫിഷ്യൻസി കൂടെ നോക്കിയിട്ട് പോകാം. അപ്പം പ്രധാനമായിട്ടും കാൽഷ്യം, ഓസ്റ്റിയോപോറോസിസ്, ബ്രിട്ടിൽ ബോൺസ്, എല്ല് പൊടിയുന്ന അസുഖം, അതാണ് ഓസ്റ്റിയോപോറോസിസ്. അപ്പം കാൽഷ്യം മൂലമുണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസാണ് ഓസ്റ്റിയോപോറോസിസ്. ഇനി ഫോസ്ഫറസ് മൂലമാണ് ബാഡ് ടീത്ത് ആൻഡ് ബോൺസ്. അയൺ മൂലം ഉണ്ടാകുന്നത് അനീമിയ. അയൺ ഡെഫിഷ്യൻസി മൂലം ഗോയിറ്റർ, എൻലാർജ്ഡ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പം ഇതും മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, അയഡിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന ഡിസീസ് ഏതാണെന്നുള്ളത്. ഇനി അടുത്ത ചോദ്യമാണ് കോപ്പറിൻ്റെ ഡെഫിഷ്യൻസി മൂലമാണ് ലോ അപ്പറ്റൈറ്റും റിട്ടാർഡഡ് ഗ്രോത്തും ഒക്കെ. അപ്പം ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള മിനറൽ ഡെഫിഷ്യൻസി ഡിസീസ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്തിട്ട് ആവശ്യമുള്ളവർക്ക് ഇത് എഴുതിയെടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ 2019 ലാസ്റ്റ് ചോദ്യമാണ്. കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ദ ഫോളോവിങ് ഈസ് എ റിന്യൂവബിൾ എൻവയോൺമെൻറ്റൽ റിസോഴ്സ്. ഇതിനകത്ത് റിന്യൂവബിൾ ആയിട്ടുള്ള എൻവയോൺമെൻറ്റൽ റിസോഴ്സ് ഏതാണെന്നുള്ളത്. അപ്പോൾ നമുക്ക് കോപ്പറും ഫോറസ്റ്റും ആയിരിക്കും കുറച്ച് പേർക്കെങ്കിലും സംശയം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എൻവയോൺമെൻറ്റൽ റിസോഴ്സിന് 2ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്, റിന്യൂവബിൾ എന്നും നോൺ റിന്യൂവബിൾ എന്നും. അപ്പം റിന്യൂവബിളിൽ വരുന്ന വിഭാഗങ്ങളാണ് സോളാർ എനർജി, വിൻഡ് എനർജി, വാട്ടർ എനർജി, ടൈഡൽ എനർജി, പിന്നെ പ്ലാന്റ്സ്. ഇപ്പോൾ ഫോറസ്റ്റ് എന്താണ്? ആക്ച്വലി ഒരു റിന്യൂവബിൾ എൻവയോൺമെൻറ്റൽ റിസോഴ്സാണ്. ഇനി നമ്മുടെ നോൺ റിന്യൂവബിൾ നോക്കാം. ഫോസിൽ ഫ്യൂൽസ്, പെട്രോള്, കോള്, നാച്ചുറൽ ഗ്യാസ്, ഓയിൽ, കോൾ, മെറ്റാലിക്സ്, മെറ്റൽസ്, മിനറൽസ്. അപ്പോൾ ഇവയൊക്കെ എക്സോസ്റ്റഡ് ആവുന്നതാണ്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ആണ്. ഇനി നമ്മുടെ പ്രധാന സംശയം കോപ്പറാണ്. അപ്പം കോപ്പർ ഒത്തിരി അധികം റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റൽ ആണെങ്കിൽ പോലും അത് ഫിനൈറ്റാണ്, അതൊരിക്കലും റിന്യൂവബിൾ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അത് റീയൂസ് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കോപ്പർ. ഇനി നമുക്ക് 2018 ആദ്യത്തെ 5 ക്വസ്റ്റ്യൻ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്, സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി. നമ്മൾ ഓൾറെഡി അതുമായിട്ട് ബന്ധപ്പെട്ട സകല ക്വസ്റ്റ്യൻസ് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം സയൻറ്റിഫിക് മാനേജ്മെൻറ്റ് തിയറി പറഞ്ഞു വെച്ചത്, അല്ലെങ്കിൽ ആ ഒരു തിയറി ആരുടെയാണ്? ഫ്രെഡറിക് ടൈലറിൻ്റെ ആണ്. ഫയോണിൻ്റെ ആണ് മാനേജ്മെൻറ്റ് തിയറി, ഡ്രക്കറിൻ്റെ ആണ് മോഡേൺ മാനേജ്മെൻറ്റ് തിയറി. ഇനി നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ് ബെറിബറി കോസ് ചെയ്യുന്നത്. ബെറിബറി വൈറ്റമിൻ B ആണ്. കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈറ്റമിൻ B1. ഇനി മൂന്നാമത്തെ ചോദ്യമാണ് കാർബോഹൈഡ്രേറ്റ് ഈസ് അബണ്ടൻറ്റ് ഇൻ. ഇപ്പോൾ ഒത്തിരി സംശയം ഉണ്ടാക്കുന്നൊരു ചോദ്യമാണ്. ഇപ്പോൾ നമുക്ക് ഓപ്ഷൻസ് ഒന്ന് നോക്കാം. ഇവിടെ ഓയിലുണ്ട്, ഓയിൽ ഈസ് എ ഫാറ്റ്. മീറ്റ് ഉണ്ട്, മീറ്റ് ഒരു പ്രോട്ടീനാണ്. എഗ്ഗും പ്രോട്ടീനാണ്, മീറ്റ് പ്രോട്ടീനാണ്, ഫിഷ് എല്ലാം പ്രോട്ടീന് എക്സാമ്പിളാണ്. അപ്പം നമ്മുടെ ആൻസർ റൈസ് ആണ്. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഗോയിറ്റർ ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ്. ഇപ്പം ഗോയിറ്ററിനും എൻലാർജ്ഡ് തൈറോയ്ഡ് ഗ്ലാൻഡിനും കാരണമായിട്ടുള്ളത് ആരാണ്? അയഡിൻ ആണല്ലേ. അപ്പം അയഡിനാണ് നാലാമത്തെ എൻ്റെ ആൻസർ. ഇനി അഞ്ചാമത്തത്, വിച്ച് ഓഫ് ദി ഫോളോവിങ് ഈസ് എ ബയോട്ടിക് എൻവയോൺമെൻറ്റൽ റിസോഴ്സ്. അപ്പം എൻവയോൺമെൻറ്റൽ റിസോഴ്സ് ആയിരുന്നെങ്കിൽ എളുപ്പത്തിൽ എഴുതാം. ഇവ 4 എൻവയോൺമെൻറ്റൽ റിസോഴ്സ് ആണ്. പക്ഷേ ഇവയിൽ ഏതാണ് ബയോട്ടിക്? അപ്പം എന്താണ് ബയോട്ടിക് റിസോഴ്സ്, ബയോട്ടിക് എൻവയോൺമെൻറ്റൽ റിസോഴ്സ്?
ബയോ നമുക്ക് പ്ലാന്റ്സിൽ നിന്നും ആനിമൽസിൽ നിന്നും കിട്ടുന്ന റിസോഴ്സസ് അവയെല്ലാം എൻവയോൺമെൻറ്റൽ റിസോഴ്സസ് അവയെല്ലാമാണ് നമ്മൾ ബയോട്ടിക് എൻവയോൺമെൻറ്റൽ റിസോഴ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് എക്സാമ്പിൾസ് മനസ്സിലാവും. പെട്രോൾ എന്താണ്? പെട്രോളും കോളും ഒക്കെ നമ്മൾ ആനിമൽസിൽ നിന്നും പ്ലാന്റ്സിൽ നിന്നുമൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. അത് പ്രിസൈസായിട്ട് നിങ്ങൾ പറയേണ്ട. ആനിമൽസ്, പ്ലാന്റ്സ്, മറ്റ് ഓർഗാനിസംസ് നമുക്ക് കിട്ടുന്നതാണ് പെട്രോൾ. അതായത് സീ ആനിമൽസ്, സീ ക്രീച്ചേഴ്സ് ഇവയിൽ നിന്നൊക്കെയാണ് നമ്മൾ പെട്രോൾ കിട്ടുന്നത്. അപ്പം ഇവിടുത്തെ ആൻസർ പെട്രോളാണ്. അപ്പം ബയോട്ടിക് എന്താണ്? ലിവിങ് അല്ലെങ്കിൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ഓർഗാനിസംസിൽ നിന്നുണ്ടായ എൻവയോൺമെൻറ്റൽ റിസോഴ്സാണ് ബയോട്ടിക് എൻവയോൺമെൻറ്റൽ റിസോഴ്സസ്. അപ്പം നമുക്ക് ഈ പ്രോട്ടീനും ഫാറ്റും കാർബോഹൈഡ്രേറ്റ്സും ജസ്റ്റ് നോക്കാം. അത്യാവശ്യമായിട്ട് അല്ലെങ്കിൽ അറിയാത്തവരുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്തിട്ട് കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അപ്പോൾ നമുക്കറിയാം എഗ്ഗ്, മീറ്റ്, ഫിഷ് ഇവയെല്ലാം പ്രോട്ടീൻസാണ്. നമുക്കത് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ്. ഇപ്പം നമ്മൾ എഗ്ഗിൻ്റെ പ്രോട്ടീനായിട്ടുള്ള ആൽബുമിൻ്റെ കൊയാഗുലേഷനൊക്കെ നമ്മൾ പഠിക്കുന്നതാണ്. അപ്പം അത് കൃത്യമായിട്ട് അറിയാം. പിന്നെ നമുക്ക് സംശയം ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് മിൽക്കാണ്. മിൽക്കിൽ കുറച്ച് ഫാറ്റുണ്ട്, കാർബോഹൈഡ്രേറ്റ് എന്ന് പറയാൻ പറ്റും, അതോടൊപ്പം പ്രോട്ടീൻ എന്നും പറയാൻ പറ്റും. അപ്പം നമ്മൾ പ്രോട്ടീനും ഫാറ്റും കണ്ടു കഴിഞ്ഞാൽ മിൽക്ക് ഈസ് എ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റും ഫാറ്റും കണ്ടു കഴിഞ്ഞാൽ മിൽക്ക് ഈസ് എ കാർബോഹൈഡ്രേറ്റ്. അങ്ങനെ തന്നെ എഴുതാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഫാറ്റിൽ വരുന്നത് വെജിറ്റബിൾ ഓയിൽസ്, ബാക്കിയുള്ള ഓയിൽസ്, നമ്മുടെ ഈ ഓർഗാനിസംസിലെ ഫാറ്റ് ഇവയെല്ലാമാണ് ഫാറ്റിൽ വരുന്ന ടൈപ്പ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ് അല്ലെങ്കിൽ സബ്സ്റ്റൻസസ്. ഇനി കാർബോഹൈഡ്രേറ്റ്, നമ്മുടെ വീറ്റ്, റൈസ് ഇവയെല്ലാം എന്തിന് എക്സാമ്പിളാണ്? കാർബോഹൈഡ്രേറ്റിന് എക്സാമ്പിൾസ് ആണ്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. 2019 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങൾ. നമുക്ക് ഒന്നാമതായിട്ട് വാട്ട് ആർ പുരുഷാർത്ഥാസ്. ഒരു കാര്യം പറയാൻ വിട്ടുപോയി, 2019 സിലബസിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പോൾ സിലബസ് കൂടെ നല്ലപോലെ നോക്കിയിട്ട് വേണം വീഡിയോസ് കാണുവാനായിട്ട്. അപ്പോൾ നമുക്ക് പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലെ എല്ലാ ടോപ്പിക്സൊന്നും വേണമെന്നില്ല. ഇനി പുരുഷാർത്ഥം എന്താണ്? നമുക്കതിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്യാം അല്ലേ. പുരുഷ ഹ്യൂമൻ ബീയിങ്ങും അർത്ഥാസ് എന്താണ്? പർപ്പസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്. അപ്പോൾ അത് രണ്ടുകൂടെ ചേരുമ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? പർപ്പസ് ഓഫ് ഹ്യൂമൻ ബീയിങ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് ഓഫ് എ ഹ്യൂമൻ ബീയിങ്. ഈ അർത്ഥമാണ് പുരുഷാർത്ഥം കൊണ്ട് വരുന്നത്. ഇനി നമ്മൾ 4 ടൈപ്പ് പറയുന്നുണ്ടല്ലേ. ഒന്ന് ധർമ്മ, അർത്ഥ, കാമ ആൻഡ് മോക്ഷ. നമ്മൾ ധർമ്മം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ട്രൂത്താണ് ഉദ്ദേശിക്കുന്നത്, സത്യം. അർത്ഥമാണെങ്കിൽ അർത്ഥം എന്നുള്ള ഒരു മീനിങ് അല്ല നമുക്കിവിടെ വേണ്ടത്. നമ്മൾ പ്രിഡോമിനായിട്ട് ഉപയോഗിക്കുന്നത് വെൽത്താണ് ഉപയോഗിക്കുന്നത്. അർത്ഥം കൊണ്ട് മീൻ ചെയ്യുന്നത് ഇവിടെ വെൽത്താണ്. ഇനി കാമയുണ്ട്, നമ്മുടെ എൻജോയ്മെൻറ്റ്, സെക്ഷൽ പ്ലഷർ ഇവയെല്ലാം വരുന്നത് കാമ എന്നുള്ള പുരുഷാർത്ഥത്തിലാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ വൺ മോക്ഷ സ്പെസിഫിക്കലി ഡീൽസ് വിത്ത് ലിബറേഷൻ ആൻഡ് ഫ്രീഡം. അപ്പം ഇത്രയൊക്കെയാണ് പുരുഷാർത്ഥാസ്. ചെറുതായിട്ട് പനിയുണ്ട്, അതുകൊണ്ടാണ് ഈ ശബ്ദം ഇത്രയും ലോ ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഹെഡ്സെറ്റൊക്കെ വെച്ച് കേൾക്കാനായിട്ട് പരിശ്രമിക്കുക. ഇനി നമുക്ക് അടുത്ത ചോദ്യമാണ് ഗിവ് 2 എക്സാമ്പിൾസ് ഓഫ് ജെൻഡർ ഡിഫറൻസ് ഇൻ പൊളിറ്റിക്കൽ കോണ്ടസ്റ്റ്. അപ്പം ഇന്ത്യൻ പൊളിറ്റിക്കൽ കോണ്ടസ്റ്റിൽ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു കാലഘട്ടത്തിൽ. കാരണം 33% സംവരണം, വീണ്ടും സ്ത്രീകൾക്ക് സംവരണം കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഉത്തരങ്ങൾ നമുക്ക് ലഭിക്കാനായിട്ട് ചാൻസ് കുറവാണ്. എങ്കിലും നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ച് എഴുതുക. ഇനി നമുക്കുള്ള ഡിഫറൻഷ്യേറ്റ് ക്ലിക്സ് ആൻഡ് സ്റ്റാർസ്, സോഷ്യോമെട്രി, സോഷ്യോഗ്രാം. അപ്പോൾ എന്താണ് സോഷ്യോഗ്രാമും സോഷ്യോമെട്രി? ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ക്ലിക്സും സ്റ്റാർസും ഐസൊലേറ്റഡ് എല്ലാം. അപ്പം സോഷ്യോമെട്രി എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം സോഷ്യോമെട്രിയുടെ ഡെഫിനിഷൻ പറയുന്നതിന് ഞാൻ എന്താണെന്ന് പറയാം. ഞാനൊരു ക്ലാസ് റൂമിലേക്ക് പോകുന്നു, ഒരു 10 പിള്ളേരെ തിരഞ്ഞെടുക്കുന്നു, എന്നിട്ട് ഞാൻ അവർക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നു. അപ്പം ക്വസ്റ്റ്യൻസ് എത്ര വേണം അറേഞ്ച് ചെയ്യാം. നിങ്ങൾക്ക് ഈ കൂട്ടത്തിൽ ആരുമായിട്ടാണ് ഫ്രണ്ട്ഷിപ്പ് കൂടാനായിട്ട് ഏറ്റവും ആഗ്രഹം, ആരുമായിട്ടാണ് മിണ്ടാൻ താല്പര്യമില്ലാത്തത്. അപ്പം ഇങ്ങനെയുള്ള ഈ ടൈപ്പ് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ കൊടുക്കുന്നു. എന്നിട്ട് അവയുടെ റെസ്പോൺസിനെ ബേസ് ചെയ്ത് അവർക്കിടയിലുള്ള ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നു. സിംപ്ലി പറഞ്ഞാൽ ഇതാണ് സോഷ്യോമെട്രി. അപ്പോൾ സോഷ്യോമെട്രിയുടെ ഡെഫിനിഷൻ എന്താണ്? ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് വേ ഓഫ് മെഷറിംഗ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് പീപ്പിൾ. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് തന്നെയാണ് ഇതിൻ്റെ ഡെഫിനിഷൻ, അതിലാർക്കും സംശയം വേണ്ട. അപ്പം സോഷ്യോമെട്രി എന്താണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് വേ ഓഫ് മെഷറിംഗ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് എമംഗ് പീപ്പിൾ. ഇവിടെ നമുക്ക് ഇത് മാത്രം മതി. ഇനി എന്താണ് സോഷ്യോഗ്രാം? നമ്മൾ സോഷ്യോമെട്രിയിൽ ഉപയോഗിക്കുന്ന ടൂളാണ് ഇവിടെ സോഷ്യോഗ്രാം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു ഗ്രാഫ് അല്ലെങ്കിൽ വിഷ്വൽ റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മാപ്പ്, നമ്മൾ ഈ ഇൻഡിവിജ്വൽസിൻ്റെ റിലേഷൻ അളക്കാൻ വേണ്ടിയാണല്ലോ സോഷ്യോമെട്രി നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം അതിനുപയോഗിക്കുന്ന അവരുടെ ഇൻഡിവിജ്വൽസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അളക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്ന ആ ഒരു റെപ്രസെൻറ്റേഷൻ അല്ലെങ്കിൽ മാപ്പിനെ വിളിക്കുന്ന പേരാണ് സോഷ്യോഗ്രാം. ഇനി അപ്പോൾ നമ്മൾ ഈ സോഷ്യോമെട്രിയിൽ പ്രധാനമായിട്ടും
ഒരു 5-6 ടൈപ്പ് പാറ്റേൺസ് നമുക്ക് കാണാറുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ കുറേ പേരെ സെലക്ട് ചെയ്യുന്നു, ABCDEF. അപ്പം എല്ലാവരും ഇപ്പോൾ എ സെലക്ട് ചെയ്യാമെന്ന് വിചാരിക്കുക. പോസിറ്റീവായിട്ട് എ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എ ആണ് അവിടുത്തെ സ്റ്റാർ. മനസ്സിലായല്ലോ? ഇനി ആരും പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സെലക്ട് ചെയ്യാത്ത ഒരാൾ കാണുമല്ലോ, അയാളാണ് ഇവിടുത്തെ ഐസൊലേറ്റഡ് എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിലെ ഐസൊലേറ്റഡ്, ആരും സെലക്ട് ചെയ്യാത്തത്, പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. കുറ്റവും പറയാനില്ല, പോസിറ്റീവും പറയാനില്ല, അങ്ങനെയുള്ള ആളാണ് ഐസൊലേറ്റഡ്. മൂന്നാമതായിട്ട് നമുക്കുള്ളതാണ് മ്യൂച്വൽ പെയർസ്. അപ്പം മ്യൂച്വൽ പെയർസ് ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. ഒരാൾ എ സെലക്ട് ചെയ്തു, എ ബി എ സെലക്ട് ചെയ്തു, ബി എ സെലക്ട് ചെയ്തു. അപ്പം മ്യൂച്വലായിട്ട്, ഇപ്പം പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, മ്യൂച്വലായിട്ട് സെലക്ട് ചെയ്യാനുള്ള അതിന് വിളിക്കുന്ന പേരാണ് മ്യൂച്വൽ പെയർസ്. ഇനി മ്യൂച്വൽ പെയർസിൽ തന്നെ വരുന്ന ഒന്നാണ്, അല്ലെങ്കിൽ മ്യൂച്വൽ പെയർസിൻ്റെ മറ്റൊരു വകഭേദമാണ്, അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് ഫോമാണ് ക്ലിക്സ്. അപ്പം ക്ലിക്സ് എന്താണ് അർത്ഥമാക്കുന്നത്? ശ്രദ്ധിച്ചേക്കണേ. 3 അല്ലെങ്കിൽ അതിലധികം പേരുള്ള ഗ്രൂപ്പിൽ, ഇപ്പോൾ ഒരു 4 പേര് പരസ്പരം സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ മ്യൂച്വലായിട്ട് സെലക്ട് ചെയ്യണം. 4 പേര്, 3 അല്ലെങ്കിൽ 3 കൂടുതൽ, അങ്ങനെയുള്ള കേസിനെ വിളിക്കുന്ന പേരാണ് ക്ലിക്സ്. ഇനി നമുക്ക് ചെയിൻ ഉണ്ട്. ചെയിനിൽ എത്ര ഉദ്ദേശിക്കുന്നുള്ളൂ? എ ബി എ സെലക്ട് ചെയ്തു, ബി സി എ സെലക്ട് ചെയ്തു, സി ഡി എ സെലക്ട് ചെയ്തു. ഒരിക്കലും റെസിപ്രോക്കൽ ചെയ്യുന്നില്ല, ഒരിക്കലും ഡി സി എ സെലക്ട് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ റെസിപ്രോക്കൽ സെലക്ഷൻ ഇല്ല. ഇവിടെ എന്താണ്? ഇവിടെ ചെയിനാണ് സംഭവിക്കുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് വണ്ണാണ് റിജക്റ്റ് ചെയ്യുക. ആ വാക്കിൽ തന്നെ ഉണ്ട്, നമ്മൾ പറഞ്ഞില്ലേ, പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നെഗറ്റീവ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ പേര് ചൂസ് ചെയ്യുന്ന ആ ഒരു വ്യക്തിയാണ് ഇവിടെ റിജക്റ്റഡ്. അപ്പം ഇത്രയാണ് സോഷ്യോമെട്രിയിലെ പാറ്റേൺസ്. അപ്പം ഇത് വെച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാവുന്നതേ ഉള്ളൂ. നമുക്ക് 2018 6 to 10 ക്വസ്റ്റ്യൻസ് നോക്കാം. 4 pillars സജസ്റ്റഡ് ബൈ യുനെസ്കോ. പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ല, ജസ്റ്റ് നെയിം ചെയ്താൽ മതി. ലേണിംഗ് ടു നോ, ലേണിംഗ് ടു ഡു, ലേണിംഗ് ടു ലിവ് ടുഗദർ ആൻഡ് ലേണിംഗ് ടു ബി. ഇനി അടുത്ത ചോദ്യമാണ്, ഗീവ് 2 എക്സാമ്പിൾസ് ഓഫ് ജെൻഡർ ഡിഫറൻസ് ഇൻ എഡ്യൂക്കേഷണൽ കോണ്ടസ്റ്റ്. ഇതും ഇക്കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ വേണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു മുട്ടാത്തർക്കം പറയുന്ന പോലെ പറഞ്ഞു വയ്ക്കാം, സ്പോർട്സ് ക്യാപ്റ്റനായിട്ട് ബോയ്സിനാണ് സെലക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാമ്പിൾസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. പക്ഷേ ഒരു പ്രോപ്പറായിട്ട്, അതിപ്പോൾ അതിന് റീസൺ ആക്റ്റീവ്നെസ്സും ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വലിയ ജെൻഡർ ഡിസ്പാരിറ്റി, ജെൻഡർ ഡിഫറൻസ് ഒന്നും വരുന്നില്ല ഈ ഇങ്ങനെയുള്ള മേഖലകളിൽ. ഇനി നമുക്ക് 8ാം ചോദ്യമാണ് WHO, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പം വാട്ട് ഈസ് WHO എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് അതിൻ്റെ ഫുൾ ഫോം തന്നെ എഴുതി വെക്കുക. രണ്ടാമതായിട്ട് നമ്മുടെ ആഗോളതലത്തിലെ വേൾഡിലെ സകലവിധ ഹെൽത്ത് സിറ്റുവേഷൻസ് മോണിറ്റർ ചെയ്യുക, ഫണ്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ഉത്തരവാദിത്തങ്ങളൊക്കെയാണ് WHO ചെയ്യുന്നത്. ഇനി നമുക്ക് WHOയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലെ. നമ്മൾ ഈ കോവിഡ് പാൻഡമിക് കാലഘട്ടത്തിൽ ഒത്തിരി അധികം കേട്ട പേരാണ്, കുറേ തവണ കേട്ട പേരാണ് ഡോക്ടർ തെഡ്രോസ് അദാനോം. ഇപ്പം തെഡ്രോസ് അദാനോമാണ് ഡയറക്ടർ ജനറൽ, പ്രസിഡൻ്റ് അല്ല, ഡയറക്ടർ ജനറൽ. അപ്പം WHO ഹെഡ് ആരാണ്? DG അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ആയിട്ടുള്ള ഡോക്ടർ തെദ്രോസ് അദാനോമാണ്. അത് ചോദിക്കാനുള്ളൊരു ചാൻസ് ഉണ്ട്, കാരണം ഒത്തിരിയധികം പ്രാവശ്യം ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ കേട്ടതായതുകൊണ്ട്. വീണ്ടും സോഷ്യോഗ്രാം എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് അപ്രോച്ച്. എന്തായിരുന്നു? ഇറ്റ് ഈസ് എ ക്വാണ്ടിറ്റേറ്റീവ് വേ ഓഫ് മെഷറിംഗ് ദ ഡിഗ്രി ഓഫ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ സോഷ്യോമെട്രിയും, സോഷ്യോഗ്രാം ആണെങ്കിൽ വിഷ്വൽ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ അല്ലെങ്കിൽ ടാബുലർ റെപ്രസെൻറ്റേഷൻ. ഇതാണ് എന്ത്? സോഷ്യോഗ്രാം. ഇനി എപ്പോഗ്രാം റിലേറ്റഡ് ടു ട്രാൻസാക്ഷൻ അനാലിസിസ് ആണ്, വളരെ വലിയ ടോപ്പിക്കാണ്. അത് നമ്മുടെ സിലബസിൽ ഇപ്പോഴില്ല. അപ്പം NP CP എന്നുള്ള ചോദ്യങ്ങളൊക്കെ വരാം, ചിലപ്പം എക്സ്ട്രാ ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പം NP നർച്ചറിങ് പേരൻ്റ് ആണ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നേക്കുക. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ്. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് ഞാൻ ഉടനെ ഇടുന്നതായിരിക്കും. പിന്നെ ശബ്ദം ഒത്തിരി കുറവാണ്, ഹെഡ്സെറ്റ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക്സ്.